Good morning, friends. It's me, Simon, YouTube channel, Simon Varghese Instagram, Simon Varghese Facebook. Welcomes you all. മഴയാണ്, കുടയിൽ പിടിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു സർവീസ് സെൻറ്ററിൽ എൻ്റെ കാറും സർവീസ് ചെയ്യാൻ എടുക്കാൻ പോയി. അപ്പോൾ അവിടുത്തെ അതിൻ്റെ ഒരു ഓഫീസർ എന്നോട് പറയുകയാണ്, സാറിൻ്റെ പ്രോഗ്രാമൊക്കെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അനൽപമായ ഒരു സന്തോഷം തോന്നി. ഈ ആദ്യമായിട്ടൊക്കെ ഫേസ്ബുക്കിലൊക്കെ പടമോ വീഡിയോ ഒക്കെ ഇടുമ്പം ഓരോ ലൈക്ക് കിട്ടുമ്പോഴും നമ്മൾ കുത്തിയിരുന്നത് എണ്ണുമായിരുന്നു. അതൊരു സന്തോഷമല്ലേ. ഇന്നലെ ആ പെൺകുട്ടി എൻജിനീയറൊക്കെയാണ്, വലിയ ആളാണ്, എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ശ്രമിക്കുന്നു പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മുടേതൊരു പോസിറ്റീവ് ക്ലാസ്സാണ്, ലെങ്തി വീഡിയോസാണ്. ഇപ്പോഴത്തെ യൂത്തിന് ചേരുന്ന ഒന്നും അതിലില്ല. കാരണം ചടുലതയിലുള്ള നീക്കങ്ങൾ, അത്യാകർഷമുള്ള സംസാരം, അനിതര സാധാരണമായ വൈഭവം, ഇതെല്ലാം അവർ പ്രതീക്ഷിക്കുന്നു. എങ്കിലേ അവർ റീൽസും വീഡിയോ ഒക്കെ കാണത്തുള്ളൂ. പക്ഷേ എൻ്റെ വീഡിയോയിൽ ഇതൊന്നും ഇല്ല. ഞാനൊരു സാധാരണ പച്ചയായ മനുഷ്യൻ, ദൈവത്തെ സ്നേഹിക്കുന്നൊരു മനുഷ്യൻ. എന്നാൽ ചുമതലപ്പെടുത്തുന്ന കാര്യങ്ങൾ പരമാവധി ഭംഗിയായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ആക്ച്വലി ഒരു കുടുംബജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും വിജയിച്ചൊരു മനുഷ്യൻ. ഇനി പയ്യെ ദൈവത്തെയൊക്കെ സ്തുതിച്ചങ്ങ് ഇരുന്നാൽ മതിയെന്ന് ചിലർ വിചാരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ലക്ഷ്യബോധങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ഒരു സമൂഹത്തിൽ മാറ്റങ്ങൾ വരണം എന്ന് നാം ദൃഢമായി ആഗ്രഹിച്ചാൽ വന്നേ പറ്റത്തുള്ളൂ. ഇന്നിപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം ആയിരങ്ങളുണ്ട്. എൻ്റെ ചാനലുകൾ കേൾക്കുകയും അഭിപ്രായം പറയുന്ന ആയിരങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല. ഐ ആം സോ ഹാപ്പി. എന്നെ ശ്രമിക്കുന്ന, എന്നേക്കാൾ ഭംഗിയായി ഇത് ചെയ്യുന്നവരുമുണ്ട്. നമ്മുടെ ഈ ചാനലൊക്കെ കേട്ടിട്ട് ആകർഷണരായി നന്നായി ഇത് ചെയ്യുന്നവരുമുണ്ട്. അത് നമ്മളെന്താ ചെയ്യുക? ഒരു ലെജൻഡ്, അല്ലെങ്കിൽ ഒരു നല്ല അധ്യാപകൻ, അതിലൊരു നല്ലൊരു ഡോക്ടർ, അയാൾ വിജയിക്കുന്ന എപ്പോഴാണ്? അയാളെപ്പോലെ നല്ല മിടുക്കനായ ഒരു ഡോക്ടറെ വാർത്തെടുക്കാൻ കഴിയുമ്പോൾ, തന്നേക്കാൾ മിടുക്കരായ ശാസ്ത്രജ്ഞന്മാരെയും എഞ്ചിനീയർമാരെയും എല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്ന നല്ലൊരു അധ്യാപകനാകുന്ന, അവിടെ ആ ഡ്യൂപ്ലിക്കേഷനിലാണ് ഹാപ്പിനെസ്. അല്ലാതെ അത്യാവശ്യം ജീവിക്കാൻ വേണ്ടി കിട്ടുന്ന ശമ്പളത്തിലോ ഒന്നുമല്ല. നല്ല ശമ്പളം മേടിച്ച് സർക്കാർ സർവീസിൽ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ഇറങ്ങിയ ആളാണ് ഞാൻ. എനിക്ക് ഭയങ്കര പെൻഷനൊന്നുമില്ല, ചെറിയൊരു പെൻഷനും സർക്കാർ തരുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഞാൻ എന്നാലും എൻ്റെ കടമകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ഡ്യൂട്ടീസ് നിർത്തുന്നില്ല. അതായത് ഈ സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ സൗന്ദര്യം എത്ര പേര് ആസ്വദിക്കുന്നുണ്ട്? രാവിലെ ഒന്ന് എഴുന്നേറ്റ് മുറ്റത്ത് നിന്ന് ചുറ്റും ഒന്ന് നോക്കി അയൽവക്കത്തെ ഭവനങ്ങൾ, അവിടുത്തെ ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും തിരക്കല്ലേ. പക്ഷെ എനിക്ക് തിരക്കുണ്ട്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇടപെടുന്ന ആളാണ്. പക്ഷെ ഞാൻ എന്നാലും എൻ്റെ പ്രഭാതങ്ങൾ എൻ്റെ ഈ ചെടികളോടും ഈ പുഴകളോടും വിരിഞ്ഞിരിക്കുന്ന താമരയോടും പക്ഷികളോടുമൊക്കെ സംസാരിച്ച് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എൻ്റെ വീഡിയോയിലൊക്കെ പക്ഷികളുടെ പാട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ശ്രോതാവ് ചോദിച്ചു, പക്ഷികൾ ഏത് രാഗത്തിലാണ് പാടുന്നത്? ആ പാട്ട് കേൾക്കണമെങ്കിൽ ഒരു കവിയായിരിക്കണം. ആ പാട്ട് കേൾക്കണമെങ്കിൽ ഒരു മനുഷ്യസ്നേഹിയായിരിക്കണം. ആ പാട്ട് കേൾക്കണമെങ്കിൽ ബുദ്ധിമുട്ടുന്നവൻ്റെ കൂടെ നിൽക്കുന്നവനായിരിക്കണം. ആ പാട്ട് കേൾക്കണമെങ്കിൽ ആപത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നവരായിരിക്കണം. അങ്ങനെ ഒട്ടനവധി കടമ്പകൾ കഴിയുമ്പോഴാണ് ആ പാട്ടിൻ്റെ രാഗം പിടികിട്ടി തുടങ്ങത്തുള്ളൂ.
ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എപ്പോഴും കിട്ടുന്ന ഏതൊരവസരവും ദൈവനാമത്തെ പ്രതി ഞാൻ പ്രയോജനപ്പെടുത്തി സഹായിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആയിരിക്കുന്ന പല പദവികളും അഹങ്കാരത്തിൽ, കാരണം ഒരു സ്പെഷ്യൽ ഗൈഡ് സെക്രട്ടറി ആയിട്ട് സർവീസ് ചെയ്യുന്നതിന് എനിക്ക് പദവിയോട് ഭ്രമം വേണ്ട ആവശ്യമുണ്ടോ? ചിലരൊക്കെ എന്നെ സാറേ വിളിക്കുമ്പോൾ ഞാൻ ചിരിക്കുക. എന്നാന്നറിയാം, ആയിരക്കണക്കിന് സാറേ വിളി കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ എന്നാലും ഒരു സമൂഹത്തിൽ സാറെന്ന് വിളിക്കുമ്പോൾ അതൊരു സന്തോഷമാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, എൻ്റെ പ്രവർത്തനം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ സമൂഹത്തിൽ എന്നെപ്പോലെ 100 പേരെ സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഒരു 10-15 പേരെ എനിക്കിപ്പോൾ തന്നെ അറിയാം. അവർ സമൂഹത്തെപ്പറ്റി പറയുന്നു, സ്നേഹിക്കുന്നു, സമൂഹത്തിലെ പുഴകളും നാടുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, റോഡിൻ്റെ ഓരങ്ങളിൽ പൂച്ചെടികൾ വയ്ക്കുന്നു, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുന്നു. ഞാൻ കാറിലൊക്കെ പോകുമ്പം കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ചാക്കിനകത്തിട്ട് വെക്കും. അവർക്കറിയില്ല വഴിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഈ സാർ ഇത്രമാത്രം പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന അവർക്ക് തോന്നാം. പക്ഷേ അങ്ങനെയല്ല. ഞാൻ വിദേശത്തായിരുന്നപ്പോഴേ അവരുടെയൊക്കെ രീതി, രാവിലെ പോകുമ്പോൾ ഒരു കാറെടുത്ത് പോകുമ്പം ഒരു കൂടെടുത്ത് ആ ഗിയറിൻ്റെ അങ്ങോട്ട് തൂക്കിയിട്ടേക്കും. ഇതെന്തിനാണ്? ഇവർ കൂടുതലും വലിയ വലിയ ഹോട്ടലിൽ കയറി ഭക്ഷിക്കുന്നവരല്ല, ഡ്രൈവ് ഇൻ റെസ്റ്റോറൻറ്റ്. അത് വണ്ടി ചെല്ലുന്നു, നമ്മൾ ആ ബോർഡൊക്കെ നോക്കുന്നു, ഇഷ്ടമുള്ള ഫുഡ് അടിക്കുന്നു, അവരുടെ ആപ്പുണ്ട്, ആപ്പിൽ അടിക്കുന്നു, എന്നിട്ട് ബില്ല് വരുന്നു, ബില്ല് നമ്മൾ അടയ്ക്കുന്നു. വണ്ടി വിട്ട് ചെല്ലുമ്പോൾ കൗണ്ടറിൽ അനൗൺസ്മെൻറ്റ് കേൾക്കാം, നമ്മളെ വണ്ടി നമ്പർ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്നു, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് പോലും വേണ്ട, പാഴ്സൽ നമ്മുടെ കയ്യിൽ തരും. അത് ഓൺ ദ വേയിൽ നിന്ന് കഴിക്കും. നിങ്ങൾക്കറിയാം, സ്വാഭാവികം പ്ലാസ്റ്റിക് അതെല്ലാം ഈ കൂടിനകത്താണ് ഇടുന്നത്. രാത്രി നമ്മൾ രാവിലെ പോയിട്ട് രാത്രി തിരിച്ച് വരുമ്പോൾ ഈ കൂട് നിറഞ്ഞിരിക്കും. അവർ കൊണ്ടുവന്ന് അവരുടെ വീട്ടുകാർക്ക് വലിയ 2 പെട്ടി ഇരിപ്പുണ്ട്. അത് ആഴ്ചയിൽ ഗവൺമെൻറ്റിൻ്റെ വണ്ടി വന്ന് കൊണ്ടുപോകുന്നതാണ്. അത് ഇനം തിരിച്ച് അതിലിട്ടിട്ട് അവർ വീട്ടിലോട്ട് കയറത്തുള്ളൂ. മനസ്സിലായില്ലേ? അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവരെ നാടിനെ. നമ്മളും അങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ ഹരിതകർമ്മസേന സ്തുത്യർഹമായ സേവനമാണ് ചെയ്തുകൊണ്ട്. ആ പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ ചായയൊക്കെ വേണ്ടത് വല്ലപ്പോഴും ഞാൻ ഓണോ വിഷുവൊക്കെ വരുമ്പോൾ ചെറിയ കൈനീട്ടമൊക്കെ കൊടുക്കും. അവർ വൈമനസ്യത്തോടാണ് മേടിക്കും, ക്രിസ്മസിനും കൊടുക്കും. അവരെ നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നു. അവരവരുടെ കുടുംബത്തിന് വേണ്ടി ഇത് ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന ചെറിയ ശമ്പളത്തിന് വേണ്ടിയല്ല, ഈ നാടിനോടുള്ള സ്നേഹത്തെ പ്രതി അവരത് ചെയ്യുന്നത്. അതാണ് എൻ്റെ. അവിടെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 3 പവൻ്റെ മാല കിട്ടിയിട്ട് ഹരിതകർമ്മസേനാംഗങ്ങളത് യഥാർത്ഥ ഉടമയ്ക്ക് കൊണ്ട് കൊടുത്തെന്ന്. ഈ നാടിൻ്റെ വേറിട്ട കാഴ്ചകളാണ് അതൊക്കെ, അല്ലേ? അതുതന്നെ. അപ്പം ഈ സുന്ദരമായ നാട്ടിൽ നമുക്ക് സ്നേഹിക്കാം, പരസ്പരം ബഹുമാനിക്കാം. എന്തായാലും ഒരു ഭരണമാറ്റം വന്നു, ഒന്നും പറയാറായിട്ടില്ല എങ്കിലും വി ആർ വെയിറ്റിംഗ് ഫോർ ദി റിസൾട്ട്. കഴിഞ്ഞ 10 വർഷക്കാലം സുത്യർഹമായ ഭരണം നടത്തിയ യാതൊരുവിധ അലോസരവുമില്ലാതെ പോയൊരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് ഒരു സോഷ്യൽ സ്ക്രൂട്ടിനി ആവശ്യമുണ്ട് എന്ന് ജനം തോന്നി. അവർ അല്പകാലം ഒരു 60 മാസം ഒന്ന് വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുക. തീർച്ചയായിട്ടും ആ നിരീക്ഷണം നല്ലതാണ്. ഓരോ സ്ഥലത്ത് എൻക്വയറിയൊക്കെ നടത്തുന്നു. ഇതെല്ലാം കഴിയുമ്പം എൻക്വയറിയിൽ എല്ലാം തെളിയുമ്പോൾ ഈ പറയുന്ന ജനം തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഗുഡ്, വെൽ ഡൺ എന്ന് പറയും. കാരണം നമുക്കറിയാം, മുളയിലേ അറിയാം മുളക്കരുത്തെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു പത്രത്തിലും ഒരു മന്ത്രിയെപ്പറ്റിയും ഒരു അഴിമതി ആരോപണം വന്നില്ല, ഒരു മുഖ്യമന്ത്രിയെപ്പറ്റിയും അഴിമതി ആരോപണം വന്നിട്ടില്ല. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകട്ടെ, അഴിമതിയിലോ ആരോപണങ്ങളിലോ പെട്ടുപോകാതെ മുമ്പോട്ട് പോകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിലെ പ്രിയദർശിനി ബസ് വന്നപ്പം വേറെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായി, അവരെ കൂടെ പരിഗണിക്കണം. ആ കുടുംബങ്ങളെയും, ഈ ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു തൊഴിലാളി തന്നെയാണ്, അയാളെയും പരിഗണിക്കണം.
എന്നാണ് അഭിപ്രായം. പക്ഷേ ഇപ്പോൾ ഡൽഹിയിലും ബംഗാൾ അവിടെ എല്ലാവരും നടന്നല്ലോ, കർണാടകത്തിലുമൊക്കെ. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്ത പ്രശ്നം ഇവിടെ എന്താ ഉണ്ടായെന്നറിയില്ല. എനിക്കോ പ്രിയദർശിനി കൊള്ളാം. നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ അമ്മമാരും ഒക്കെ യാത്ര ചെയ്യട്ടെ. വീടിന് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുക എന്നാണ്. ഇപ്പോൾ കോട്ടയം വരെ പോകുന്നു, ചിങ്ങവനത്തുനിന്ന്. ചിങ്ങവനത്ത് ചെല്ലുമ്പോൾ എന്തെല്ലാം, കോട്ടയത്ത് ചെല്ലുമ്പോൾ എന്തെല്ലാം ഉണ്ട്. മാർക്കറ്റ് കാണാം, ലൈബ്രറി കാണാം, ബസ് സ്റ്റാൻഡ് കാണാം. അതിനൊക്കെ നടന്ന് തിരിച്ച് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് വന്ന് ബസ് സ്റ്റാൻഡിലെ ആളുകളെയൊക്കെ കാണാം, നല്ല കാണും, കാണുന്നതോട് ഒത്തിരി കേൾക്കാം. എത്ര മാറ്റാമെന്നറിയാമോ? ഏതൊരു യാത്രയും നമ്മൾ അതായത് യാത്രയും നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരു ലെജൻഡാണല്ലേ, ഈ ലോകത്തെ എല്ലാം കീഴ്പ്പെടുത്തിയ മനുഷ്യനല്ലേ, സുൽത്താനല്ലേ. എങ്ങനെയാണ് സുൽത്താൻ പദവി കിട്ടിയത്? അദ്ദേഹം കോട്ടയം CMS കോളേജിൽ പഠിച്ചോ? അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സർവകലാശാല യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ പഠിച്ചോ? മഹാരാജാസ് കോളേജിൽ പഠിച്ചോ? ഇല്ല. പക്ഷെ അദ്ദേഹം പഠിച്ചത് ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടാണ്. ധാരാളം യാത്ര ചെയ്താണ്. ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ എടുത്തു കാണുമായിരിക്കും, കൂട്ടുകാരെടുത്തിട്ടുണ്ട്. നിന്നുമൊക്കെ യാത്ര ചെയ്ത അദ്ദേഹം കലകൾ അഭ്യസിച്ചു. അദ്ദേഹം കല ആർജിച്ചത് അല്ലേ, ഇന്നും നമ്മൾ സന്തോഷത്തോടെ വായിക്കുന്നത് അല്ലേ. എൻ്റെ ഇപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം നമുക്കൊരു ആന ഉണ്ടെന്ന് തോന്നുമല്ലേ. ഓക്കെ, അപ്പം നല്ലൊരു മനുഷ്യനായി തീരാൻ നമുക്കെല്ലാം ശ്രമിക്കാം. അത് നമ്മൾ ആൾറെഡി ആണ്. ഈ കോട്ടയം ടൗൺ പട്ടിണിയില്ലാത്ത ടൗണായി, കോട്ടയം ജില്ല പട്ടിണിയില്ലാത്ത ജില്ലയായി, കേരളം എന്താ ഉന്നതമായ പട്ടിണിയിൽ നിന്ന്, അതായത് ദാരിദ്ര്യം കുറച്ചൊക്കെ കാണാം, പൂർണ്ണമായി പറയുന്നില്ല, പക്ഷേ അതിൻ്റെ മൂർത്താവസ്ഥയിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് പറയാൻ ഒരു ഗവൺമെൻറ്റിന് പോലും കഴിഞ്ഞു. അപ്പം അതിനേക്കാൾ മിടുക്കന്മാരായിട്ടുള്ളവരാണ് വന്നിരിക്കുന്നത്. അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ഈ നാട്ടിൽ പട്ടിണി ഇല്ലടൂ എന്ന് പറയത്തക്ക രീതിയിൽ കേരളത്തെ നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഒരു നല്ല പ്രഭാതത്തിനായി പ്രവർത്തിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ